അരെ വാവ്! ഈ ഒരു കർട്ടൻ്റെ കളർ വന്നപ്പോൾ ഭയങ്കര പിങ്കി പിങ്കി പോലെയല്ലേ ഗൈസ്. നമ്മളൊരു ഗെറ്റ് റെഡിയാണ് ഇന്നത്തെ വീഡിയോ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വസ്വാഗതം. ഒരു 2 കൊറിയർ മേടിക്കാൻ ചേർത്തല വരെ പോകണം. അതിനാണ് ഈ ഒരു ഗെറ്റ് റെഡി. നമുക്ക് ആദ്യം തന്നെ പോൺസിൻ്റെ ഒരു മോയ്സ്ചറൈസർ ക്രീം അപ്ലൈ ചെയ്യാം. ഞാൻ മിക്കപ്പോഴും പോൺസിൻ്റെ തന്നെയാണ് കേട്ടോ യൂസ് ആക്കാറുള്ളത്. ജെല്ലി ടൈപ്പ് 2 ടൈപ്പ് ഓഫ് ഉണ്ട്. ഞാൻ ഈ ക്രീമിയാണ് ഞാനിപ്പോൾ യൂസ് ആക്കുന്നത്. അവിടെ ഇവിടെ ഡോട്ട് ഇട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അടുത്തതായി നമുക്ക് കണ്ണും പിരികെ എഴുതാം ഗൈസ്. അതിനായി നമ്മൾ ചെറിയൊരു ഐലൈനറും അതേപോലെ ഐബ്രോ ആണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ ഫില്ല് ചെയ്തിട്ട് ദിപ്പ വരാം കേട്ടോ. അങ്ങനെ ഐലൈനർ കഴിഞ്ഞു, ഐബ്രോയും കഴിഞ്ഞു. അതിനുശേഷം നമ്മളൊരു കുഞ്ഞു പൊട്ടാണ് ഗൈസ് തൊടാൻ വേണ്ടി പോകുന്നത്. ഐലൈനർ വെച്ചിട്ടുള്ളൊരു കുഞ്ഞു പൊട്ട്. കണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടു, കണ്ടില്ലേ ചോദിച്ചാൽ കണ്ടില്ല. ആ ഒരു രീതിയിലൊരു കുഞ്ഞു പൊട്ടാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ ലിപ്സ്റ്റിക്കാണ് ഇടാൻ വേണ്ടി പോകുന്നത്. ലിപ്സ്റ്റിക്കിന് മുമ്പേ ചെറുതായിട്ട് നമ്മൾ ലിപ് ബാമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ലിപ്സ്റ്റിക്കായിട്ടും ലിപ് ക്രയോൺ ആയിട്ടും ആകെ ഒരെണ്ണേ മാത്രമേ ഉള്ളൂ. ഞാൻ എപ്പോഴും അത് തന്നെയാണ് യൂസ് ആക്കാറുള്ളത്. ഒന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വേറെ ഒന്നിലേക്ക് മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ യൂസ് ആക്കുന്നത് ലിപ് ക്രയോൺ ആണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മമ്മമ്മ വെച്ചിട്ട് ഞാൻ എല്ലായിടത്തും കറക്റ്റ് ആക്കുന്നുണ്ട് കേട്ടോ. ഫേസിലൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ലിപ്സ്റ്റിക്ക് ഇട്ടാൽ തന്നെ ഒരു ബ്രൈറ്റ് ആയ ഫീലാണ്. അതുകൊണ്ടാണ് പെൺകുട്ടികൾക്ക് കൂടുതലും ലിപ്സ്റ്റിക്ക് ഇഷ്ടമാണെന്ന് പറയാനുള്ള കാരണം. പക്ഷെ നിങ്ങളിത് പുട്ടിയാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അപമാനിക്കാറുണ്ട്. ശരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. പുട്ടിയല്ല ഗൈസ്, ഇതൊന്നും അല്ല മേക്കപ്പ്. ഇതൊക്കെ വളരെ ചെറിയ ചിന്ന സാധനമാണ്. നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് മുഖം ചുവപ്പിക്കലാണ്. അതിനുവേണ്ടി നമ്മൾ കുറച്ച് വളരെ കുറച്ച് മാത്രം നമ്മുടെ ബ്ലഷാണ് നമ്മൾ ഇടണത്. പൊതുവേ നമ്മൾ വീട്ടിൽ ഇരിക്കുമ്പോൾ ഇമാതിരി സാധനങ്ങളൊന്നും വാരി പൊത്താറൊന്നുമില്ല. വീഡിയോ എടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇടണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇടുന്നതാണ് കേട്ടോ. പിന്നെ ഞാനിപ്പോൾ കൊറിയർ മേടിക്കാൻ വേണ്ടി പോകുന്നത് ചേർത്തലേക്കാണ്. അപ്പോൾ നമ്മളെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ചും കൂടി ദൂരമുണ്ട്. പിന്നെ അമ്മ വരാൻ കുറച്ച് ലേറ്റ് ആവുന്നതുകൊണ്ട് നമുക്ക് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അടുത്തതായി നമ്മുടെ കാർക്കൂന്തലാണ് നന്നാക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ എപ്പോഴും മുടി ബാക്കിലേക്ക് വലിച്ച് കെട്ടിയിട്ടാണെങ്കിലും ഒരുമാതിരി വൃത്തികെട്ട രീതിയിലാണ്. പക്ഷേ മുടിയൊക്കെ പോണതുകൊണ്ടോ കാണുമ്പോൾ തന്നെ സങ്കടം വരും. ഞാൻ മുടിയിലൊന്നും ചെയ്തിട്ടില്ല ഗൈസ്, പക്ഷേ ഇതേ മുടി ഇതേ വെറുതെ പോകുന്നു. അതുകൊണ്ടാണ് എനിക്ക് മുടി ഇഷ്ടമല്ലാത്തത്. പണ്ടൊക്കെ ഇങ്ങനത്തെ ഒരു പ്രശ്നമില്ലായിരുന്നു. ഇതിപ്പോൾ നോക്കുമ്പോൾ ഇതേ കണ്ടോ മുടിയൊക്കെ നമ്മൾ തൊടാൻ പോലും പറ്റത്തില്ല. ഞാൻ എപ്പോഴും വാരി പുറകിലേക്കായിരിക്കും കെട്ടിയിരുന്നത്. അതുകൊണ്ടാണ് ഗൈസ്. ജീവിതത്തിൽ ഇന്നേ വരെ ഞാൻ സ്ട്രെയിറ്റനും ചെയ്തിട്ടില്ല, വലിയ ട്രീറ്റ്മെൻറ്റും ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ എന്നാലും PCOD ഉള്ള കാരണം ഇതുപോലെയാണ് പെൺപിള്ളേരുടെ മുടിയൊക്കെ പോകാറുള്ളത്. പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ കർക്കുന്തൽ കണ്ടോ ഗെയ്സ്, ഒരു രസമില്ലല്ലേ. ഞാൻ അവിടെ ഇവിടെയൊക്കെ തുണ്ടായിട്ട് കെട്ടിയിട്ടുണ്ട്. എന്തിനാണെന്ന് പോലും ശിവനറിയില്ല. ഇതുപോലെ മുടി കെട്ടാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആദ്യം തന്നെ നമ്മുടെ മുടിയിലെ എല്ലാ ജടയും നമ്മളത് കളയണം. അത്യാവശ്യം വലിയ ഗ്യാപ്പുള്ള ചീപ്പ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചീകാറുള്ളത്. പിന്നെ മുടി ഞാൻ അധികം ചീകാറൊന്നും ഇല്ല, കാരണം മുടി ഇങ്ങനെ പോകുന്ന കേസായതുകൊണ്ട്. അങ്ങനെ കുറച്ചൊക്കെ നമ്മൾ മുടിയുടെ കെട്ടിങ്ങനെ കളഞ്ഞ് നല്ല വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് അത്യാവശ്യം നീളം കുറച്ചുണ്ടായിരുന്നു കേട്ടോ. ഞാനത് വെട്ടിക്കളഞ്ഞാണ്, കാരണം തുമ്പ് പോലെ ആയിട്ട്. ഇത് കണ്ടോ, ഇതാണ് കാരണം. ഇങ്ങനെ മുടി പോകുന്നതുകൊണ്ടെല്ലാം സൂക്ഷിച്ച് വെച്ചിട്ട് എൻ്റെ കയ്യിലുള്ള എൻ്റെ മുടിയുടെ കണക്ക് നിങ്ങൾ വിചാരിക്കുന്നതിലും അപ്പുറമാണ് ഗെയ്സ്. അങ്ങനെ ഇത് കണ്ടോ, ഇത് ഈ ഒരു ഗുണ്ട്, ഇത് ഫുള്ളും എൻ്റെ മുടിയാണ് ഗെയ്സ്. കണ്ടോ, കാണുമ്പോൾ എനിക്ക് സങ്കടം വരാറുണ്ട്. പക്ഷെ ഒരു ക്യൂരിയോസിൻ്റെ പുറത്ത് ഞാൻ വെറുതെ കൂട്ടി തുടങ്ങിയതാണ്. അത് കൂട്ടി ഇപ്പോൾ കുറേ ആയി. പണ്ട് നമ്മൾ പാലക്കാടൊക്കെ ഇങ്ങനെ മുടി കൊടുത്തു കഴിഞ്ഞാൽ സാധനം മേടിക്കാൻ പറ്റുന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഇവിടെ ഇല്ല ഗെയ്സ്. ഉണ്ടെങ്കിൽ ഞാൻ വലിയ ലക്ഷപ്രഭു ആയാനായിരുന്നു. എൻ്റെ കയ്യിലിരിക്കുന്ന മുടി ഉണ്ടല്ലോ, എൻ്റെ തലയിലിരിക്കുന്ന ഇത് സെയിം മുടി തന്നെയാണ് ഗെയ്സ്. ഇതെൻ്റെ മുടിയാണ്. നിങ്ങൾ വിശ്വസിക്കുകയോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല ഗെയ്സ്. ഇത്ര തോനെ മുടി എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിപ്പോൾ ചുരുട്ടി കൂട്ടാനാണ് വിധി. ഈ ബക്കറ്റിലിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇത് സൂക്ഷിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. മുടിയുള്ള ആർക്കെങ്കിലും വേണമെങ്കിൽ അത് പൈസയ്ക്ക് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് വേണം എനിക്കൊരു iPhone മേടിക്കാമെന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. മുടി വെറുതെ പിടിച്ചാൽ മതി, ഇതുപോലെ മുടി ഇങ്ങനെ ഊരിക്കൊണ്ടേയിരിക്കും. പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്കുണ്ടോ ഇങ്ങനത്തെ അവസ്ഥയൊക്കെ? ഇടയ്ക്ക് സമയത്ത് മൊട്ടയടിക്കാനൊക്കെ എനിക്ക് തോന്നാറുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. മുടി അഴിച്ചിടുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടും ചൂട് ഭയങ്കര കൂടുതലായതാണ് ഞാൻ ബാക്കിലേക്ക് പിന്നിടാമെന്നാണ് വിചാരിക്കുന്നത്. ഹെൽമെറ്റ് വെക്കുമ്പോൾ അതും ഉപകാരമാകുകയും ചെയ്യും. കാരണം ഹെൽമെറ്റ് വെക്കുമ്പോൾ മുടി ഫുള്ള് വലമ്പാവും ഗൈസ്. അത് കാരണം നമുക്ക് നച്ചിപ്പിന്ന് പിന്നാം. പണ്ടൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് നമ്മൾ 2ആയിട്ട് ചീകി ഇടൂലേ, എന്നിട്ട് പിന്നിയൊക്കെ ഇടും, എന്നിട്ട് റിബണൊക്കെ കിട്ടും. ഇതാണ് കേട്ടോ ഞാൻ നച്ചിപ്പിന്നെന്ന് ഉദ്ദേശിച്ചത്. കണ്ടിട്ടില്ലാത്തവർ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഉപകാരമായിരിക്കും ഗൈസ്. ഇത് അറിയില്ലാത്ത ലേഡീസ് വളരെയധികം കുറവായിരിക്കും.
ഇത് ഈ ഒരു പിന്നലാണ് കേട്ടോ ഞാൻ പിന്നുന്നത്. ഇതാകുമ്പോൾ മുടിയാണെങ്കിൽ പൊട്ടുകയില്ല, എടുക്കുകയില്ല. പക്ഷേ ഇത് അത്ര ഹെൽത്തി അല്ല എന്നാണ് കുറേ പേര് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എനിക്കിത് ഭയങ്കര ഹെൽത്തി ആയത് കാരണം ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. ക്രാബ് നോക്കിയിട്ട് കണ്ടിട്ടില്ലായിരുന്നു, അത് കാരണം ഞാൻ വിചാരിച്ചു ഈ ഒരു സംഭവം ക്ലിപ്പ് കുത്താന്നുള്ളത്. പിന്നെ ഉള്ളില്ലാത്ത കാരണം നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ഇടാൻ, വലിയ പ്രശ്നമൊന്നുമില്ല. റബ്ബർ ബാൻഡ് ഒന്നും നോക്കിയിട്ട് കണ്ടില്ല ഗെയ്സ്. പിന്നെ ഇത് ഈ ഒരു ലുക്ക് കണ്ടോ, എൻ്റെ മുടി പോയ പോക്ക് ആലോചിക്കുമ്പോൾ സങ്കടം വരും. നെറ്റിയൊക്കെ കയറി പോകുന്നുണ്ട് ഗെയ്സ്, പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളതൊന്നും ശ്രദ്ധിക്കേണ്ട എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ എന്തൊരു സാധനം മറന്നതുപോലെ വാച്ച് നമ്മൾ കെട്ടിയിട്ടില്ല. അതിനി പോയി തപ്പി അടിക്കട്ടെ. അങ്ങനെ അത് തപ്പി പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു വാച്ചാണ് നോക്കിയിട്ടുള്ളത്. ആകെ 2 വാച്ചുള്ളതിനകത്ത് ജീവനോടുള്ളത് ഈ ഒരു വാച്ച് മാത്രമാണ്. ഈ വാച്ച് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളതാണ്. കാരണം എന്തോ ഒരു ബർത്ത്ഡേക്ക് എനിക്ക് എൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് എന്നതാണ്. ഇത് ഓൺ ആവത്തില്ല ഗെയ്സ്. ഇത് എൻ്റെ ചത്തുപോയ വാച്ചാണ്. പക്ഷെ ഞാൻ ഇതെപ്പോഴും കിട്ടും കേട്ടോ. കാരണം ഇതെൻ്റെ ഓർമ്മ ഭയങ്കര വലുതാണ്. കാരണം എൻ്റെ ഫ്രണ്ട് ആദ്യമായിട്ട് എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയതായിരുന്നു. അത് കാരണം ഞാനിതൊരിക്കലും ഉപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ലാതെ വേറെ വാച്ചില്ലാത്തതുകൊണ്ടല്ല കേട്ടോ. ഗെറ്റ് റെഡിയുടെ അവസാന നിമിഷത്തിലേക്കാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. പാൻറ്റ് ഒഴിഞ്ഞൊഴിഞ്ഞ് പോയപ്പോഴാണ് ആലോചിച്ചത് നമ്മുടെ ബെൽറ്റ് നമ്മൾ ഇട്ടിട്ടില്ല എന്നുള്ളത്. അങ്ങനെ ബെൽറ്റ് എടുത്ത് നമ്മളത് പാൻറ്റ് മുറുകിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എപ്പോഴും തൊളാ പോലത്തെ അച്ഛൻ്റെ പാൻറ്റ് പോലത്തെ വലിയ വലിയ പാൻറ്റുകളാണ് ഇടാറുള്ളത് കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ വണ്ണം വെച്ച് വരുന്നത് കൊണ്ടും എനിക്ക് ഈ ടൈറ്റ് ആയിട്ടുള്ള പാൻറ്റുകൾ ഇട്ട് കഴിഞ്ഞാൽ വണ്ടിയിൽ കയറാൻ ബുദ്ധിമുട്ടായതുകൊണ്ടും ഞാൻ വലിയ പാൻറ്റ് സൈസ് നോക്കിയിട്ടേ വെക്കാറുള്ളൂ. അങ്ങനെ ഏകദേശം എൻ്റേത് കലാപരിപാടിയൊക്കെ കഴിഞ്ഞ് ഗെറ്റ് റെഡി വിത്ത് മീ കഴിഞ്ഞിരിക്കുകയാണ് ഗെയ്സ്. എൻ്റേത് ഈ മുടി കാണുമ്പോൾ എനിക്ക് സങ്കടം വരുന്നുണ്ട് ഗെയ്സ്. കണ്ടോ, എന്ത് ചെയ്യാനാ, പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഗ്യാപ്പൊന്നും നിർത്താൻ അപ്പുറത്തുള്ള മുടിയെടുത്ത് ഇപ്പുറത്തേക്ക് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ലുക്ക് ഫൈനലായിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടു? വളരെ സിമ്പിൾ ലുക്കല്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അങ്ങനെ ഈ ഒരു ലുക്ക് റെഡിയാക്കി. അപ്പോൾ അത്രയുള്ള വീഡിയോ. ടാറ്റ ബൈ ബൈ, സീ യു, ലവ് യു, ടേക്ക് കെയർ, ബൈ.